ഞാൻ കുറേ ദിവസമായിട്ട് പാലക്കാടിലാണ്. കുടുംബയോഗങ്ങളിലും അതുപോലെ തന്നെ പാർട്ടിയുടെ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. ഒരു മൂന്നാം ബദൽ ഉണ്ടാകണം. കാരണം എപ്പോഴും പ്രതിപക്ഷം സ്ട്രോങ് ആയിരിക്കണം. കേരള നിയമസഭയ്ക്കകത്ത് നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ, കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ, കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടിനെ കുറിച്ച് ഒരു കണക്ക് ചോദിക്കാൻ ഒരു പ്രതിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ മൂന്നാം ബദലിൽ പൊതുസമൂഹം കാണുന്നത് ഈ പാലക്കാട് നിന്നുള്ള ശ്രീമാൻ കൃഷ്ണകുമാറിന്റെ വിജയമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ മുൻപ് താങ്കൾ ഇവിടെ വന്ന് മത്സരിച്ചു, വലിയ രീതിയിൽ വോട്ട് ഷെയർ ഒക്കെ കൂട്ടി. ഇപ്പം അന്ന് നഷ്ടപ്പെട്ടു പോയി തിരിച്ചു പിടിക്കാൻ കഴിയുമോ? എന്താണ് ഇവിടെ പോസിറ്റീവായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ? അല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കണം, പാലക്കാടിലെ കർഷകന്മാർക്ക് ജീവിക്കണം, ഇവിടുത്തെ പൊതുസമൂഹത്തിന് ജീവിക്കണം. ആ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൻ്റെ മണ്ണിലുണ്ടെങ്കിൽ, ഇവിടെ വികസനമില്ലെങ്കിൽ, ഇവിടെ പൊതുസമൂഹത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ആശയും ആവേശവുമായിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് പോകണം. കുറഞ്ഞ വോട്ടിനാണ് കഴിഞ്ഞ തവണ മെട്രോ ശ്രീധരൻ സാർ പരാജയപ്പെട്ടത്. ആ ദുഃഖം പേറുന്ന പാലക്കാടിലെ വോട്ടർമാർ തീർച്ചയായിട്ടും ശ്രീ കൃഷ്ണകുമാറിനെ താമര ചിഹ്നത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണം സംസ്ഥാന അധ്യക്ഷൻ നടത്തി, പ്രകാശ് ജാവേദ്കർജി നടത്തി. അതിനേക്കാൾ കൂടുതലായിട്ട് ഇനി ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പരാമർശിക്കേണ്ട കാര്യമില്ല. ഏതായാലും തീർച്ചയായിട്ടും പാലക്കാടിന്റെ മണ്ണിക്കുറി BJPക്ക് അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ് ശോഭാ സുരേന്ദ്രനും പറയുന്നത്. ഏതായാലും കലാശക്കൊട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം BJPക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം ഉയർത്തിയ കാൻഡിഡേറ്റ് തന്നെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ അവിടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ വരുന്നില്ല, നിങ്ങൾ ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ എന്നാണ് BJPക്കാർ ചോദിക്കുന്നത്. ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നില്ലേ എന്ന ചോദ്യം കൂടി ഉണ്ടാകുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ ശക്തമായ മൂന്നാം ബദൽ എന്ന വാദത്തിനുള്ള വോട്ടായിരിക്കും പാലക്കാട്ടെ ജനങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. മറ്റിടങ്ങളിലൊക്കെ മധു നേരത്തെ നമ്മൾ കണ്ട ഇപ്പോൾ അഭിലാഷും അക്ഷയും ഒക്കെ പ്രതികരണങ്ങൾ തേടുമ്പോൾ എല്ലാം മാവേലിക്കരയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും മലപ്പുറത്തു നിന്നും വന്നവരാണ്. കോൺഗ്രസിന്റെ ഒപ്പം മറ്റ് ക്യാമ്പുകളിലുമൊക്കെ അത് തന്നെയാണ്. ഇപ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് 15,000-20,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പാലക്കാട്ടുകാർ ശരിക്കും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇപ്പോൾ പോലും നമുക്കറിയില്ല. കാരണം പാലക്കാട്ടുകാർ മിണ്ടാതിരിക്കുകയാണ്. ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, തൽക്കാലം ഞങ്ങൾ പറയുന്നില്ല എന്ന മട്ടാണെന്ന് തോന്നുന്നു.